വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾക്ക് അടുത്ത ആഴ്ചയുള്ള എക്സാം അല്ലേ, എല്ലാ സ്കൂളിനും ആ മന്ത്ലി ടെസ്റ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 3 ചാപ്റ്റർ ഏകദേശമൊക്കെ മിക്ക സ്കൂളുകളിലും ആയിട്ടുണ്ട്. 2 ചാപ്റ്റർ എന്തായാലും ആയിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ ആ 3 ചാപ്റ്ററിൽ ഒരുവിധം എന്ന് വെച്ചാൽ മൊത്തമൊന്നും ഞാൻ പറഞ്ഞില്ല, മൊത്തം ഇട്ടിട്ടില്ല. ഒരുവിധമൊക്കെ ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികൾ ഇത് കണ്ടാൽ മതി കുഞ്ഞുങ്ങളെ. എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. മൊത്തം എഴുതാമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് വരുന്നില്ല, കാരണം ഇതിനകത്ത് മൊത്തം നോട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്നെങ്കിൽ അത്രയായിട്ട് കുഞ്ഞുങ്ങളെ. അപ്പം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ആൻഡ് സർക്കിൾ എന്നാണ്. നമ്മളത് പഠിച്ചതാണ്, എന്നാലും ഞാൻ പറയുവാണ്. വരകളും വൃത്തങ്ങളും എന്ന പാഠമാണ്. അതിനകത്തിൽ ഈ സെറ്റ് സ്ക്വയറിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. സെറ്റ് സ്ക്വയർ കേട്ടോ. ഈ സെറ്റ് സ്ക്വയറിന് 3 വശങ്ങളുണ്ട്, അങ്ങനെ 2 സെറ്റ് സ്ക്വയറുകളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വരയ്ക്കാമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ. എപ്പോഴും സെറ്റ് സ്ക്വയർ 0യിൽ വെച്ച് വേണം വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0 to 5, പിന്നെ ഇങ്ങോട്ട് എത്ര കുഞ്ഞുങ്ങളെ 0 to 3 ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് ഈ സെറ്റ് സ്ക്വയറുകൾ ഉപയോഗിച്ചിട്ട് പല തരത്തിലും നമുക്ക് വരയ്ക്കാവുന്ന കുഞ്ഞുങ്ങളെ ആദ്യം പറയുന്നത്. അത് നോക്കിക്കേ, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിൽ 2 സെറ്റ് സ്ക്വയർ ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതിൽ എൻ്റെ ഒന്ന് കാണുന്നില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നോക്കിക്കേ. നമുക്ക് ഇതിന് നിങ്ങൾ എപ്പോഴും വശം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയറിൽ എടുക്കാൻ സംശയമുള്ള കുട്ടികൾ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുത്തിട്ട് ഈ സെറ്റ് സ്ക്വയർ ചരിച്ച് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ എടുക്കണം. ഇതൊക്കെ നമ്മൾ ഒരു ലിങ്ക് ഇട്ടത് കൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് കേട്ടോ. അപ്പം 3 സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മെഷർ എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് വേണം എടുക്കാൻ. ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ കണക്കുകളെല്ലാം നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ ചെയ്തതാണ് അല്ലേ. 2 സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് വെച്ചിട്ട് കണ്ടോ, ഈ 2 സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് വരയ്ക്കുമ്പോൾ ഇതെല്ലാം മറ്റേ സെറ്റ് സ്ക്വയർ ആണ്. വെച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ മോൾ വശത്ത് ഇത്ര ഒരു ഗ്യാപ്പ് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് മുകളിലോട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മേപ്പോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് അല്ലെ ത്രികോണമായിട്ട് മാറുമെന്നെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുണ്ട് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഞാനിത് എടുത്തത്. പിന്നെ നമുക്കൊരു കറക്റ്റായിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഈ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ചതുരമാണ് അല്ലേ. നോക്കിക്കേ, ചതുരത്തിൻ്റെ പ്രത്യേകത നോക്കിക്കേ, 4 സൈഡും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അതൊക്കെ അറിയാമല്ലോ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പടം വരയ്ക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതുപോലൊരു പടം വരയ്ക്കാൻ ഇത് എത്ര കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ഈ പടം എങ്ങനെ വരയ്ക്കുമെന്ന് ആദ്യമേ നമ്മൾ 0 മുതൽ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. എത്ര കുഞ്ഞുങ്ങളെ, ഈ 0 എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് ഇപ്പോഴും എല്ലാവരും 1 തൊട്ട് വരയ്ക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത് 0 ആണെന്ന്. 0 മുതൽ എത്ര കുഞ്ഞുങ്ങളെ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ നടുക്ക് 3 സെൻറ്റിമീറ്റർ ഉള്ള കുത്തുക. 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് നോക്കൂ കുഞ്ഞുങ്ങളെ, ആ 3 സെൻറ്റിമീറ്ററിൽ കണ്ടോ 3 സെൻറ്റിമീറ്റർ ആണ്. ആ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. ആർക്കെന്ന് അല്ല, ഇവിടെ ഒരു സർക്കിൾ തന്നെ കൊടുക്കുക. സർക്കിൾ കണ്ടോ. എന്നിട്ട് ഈ കുത്തിൽ വെച്ചിട്ടോ ഇങ്ങോട്ടും ഒരു സർക്കിൾ വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ സെൻറ്ററിൽ വരുന്നിടത്ത് വെച്ചിട്ട് വേറെ ഒരു സർക്കിളും വട്ടത്തിൽ വരയ്ക്കുക. അപ്പോൾ മനസ്സിലായോ 3 സർക്കിൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിന് സംശയമില്ലല്ലോ. എന്നിട്ട് ആ 2 ലൈനിൻ്റെയും എൻഡിൽ വെച്ചിട്ട് കുത്തിയിട്ട് എത്ര എടുക്കേണ്ടത് 3 ആണ്. നേർപകുതി 6ൻ്റെ പകുതി 3 വെച്ചിട്ട് ഇവിടെ ഒരു സർക്കിൾ കൊടുക്കുക. ഇവിടെ ഇതിൻ്റെ എൻഡിലും വെച്ച് ഒരു സർക്കിൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സർക്കിളായി ആയല്ലോ. ഇനി എന്ത് ചെയ്യുക, ആ നടുക്കലത്തെ കുത്തി ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടുകൊണ്ടാണ് നമ്മളിത് കുറേ ചെയ്തത് കൊണ്ടുമാണ്. നടുക്കലത്തെ കുത്തിൽ വെച്ചിട്ട് ഒരു സർക്കിൾ. അപ്പം നമുക്ക് 3 സർക്കിൾ കിട്ടി. ഇനി നോക്കിക്കേ, ആ 3ാമത്തെ സർക്കിളിനകത്ത് എന്ത് ചെയ്യുക, ഓരോ കണ്ടോ അത് തങ്ങളിൽ വന്ന് കൂട്ടിമുട്ടുന്നിടത്ത് കണ്ടോ. അപ്പം കണ്ടോ ഇതൊരു ഹെക്സഗൺ ആയിട്ട് മാറി. എത്ര സൈഡ് ഉണ്ടോ കുഞ്ഞുങ്ങളതിന് 6 സൈഡുള്ള ഒരു ഹെക്സഗൺ ആയിട്ട് അങ്ങ് മാറി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മളോട് പറഞ്ഞത് നോക്കൂ കുഞ്ഞുങ്ങളെ, 0 to 4 സെൻറ്റിമീറ്റർ ആണല്ലോ. 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരെണ്ണം എടുത്തിട്ട് അതും ഈ പറയുന്ന പോലെ ഈ എൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ടാണ്. കോമ്പസും സ്കെയിലും ഒക്കെയാണ് ഈ പ്രാവശ്യം നമ്മുടെ. നോക്കിക്കേ, 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ,
ദാണ്ടെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ കുത്തിൽ വെച്ചിട്ട് ഈ രണ്ട് എൻഡ് പോയിന്റും നമുക്ക് വേണ്ടതാണ് കേട്ടോ. എന്നിട്ട് ഇവ തങ്ങളിൽ കൂട്ടിമുട്ടുന്നിടത്തോട്ട് ജോയിൻ ചെയ്താൽ എത്ര നമുക്ക് ഈ ഇവിടെ എത്ര ആണോ തന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഈ വശങ്ങളിൽ എല്ലാം കേട്ടോ. ആരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? റേഡിയസ്, സെൻറ്ററിൽ നിന്നും പോകുന്ന ഈ ലൈന് പറയുന്ന പേര് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. അതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പടവും നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി എന്താണ് സർക്കിളിനെ കുറിച്ചാണ്, അത് ഞാൻ പറഞ്ഞാണ്. സെൻറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങളെ. ഒരു മാർക്കിലൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഒരു വൃത്തത്തിൻ്റെ ഈ നടുക്കു ഭാഗത്തെ കേന്ദ്രം എന്താവും നിങ്ങളെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ എന്നും, ഈ സെൻറ്ററിൽ നിന്നും എന്താ പോകുന്ന ലൈന്, സെൻറ്ററിൽ നിന്നും പോകുന്ന ലൈന് പറയുന്നത് എന്താണ് റേഡിയസ് എന്നും, ഫുള്ള് വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്നും. ഓക്കെ, രണ്ട് ലിങ്ക് ഇതിൻ്റെ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, നമ്പർ വേൾഡ്. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നോക്കൂ നിങ്ങളെ, നമ്പർ വേൾഡ്. അതിൽ ഏറ്റവും പ്രധാനം ഈ സ്പെല്ലിങ് തെറ്റുക എന്നുള്ള മിക്ക പിള്ളേർക്കും എന്താ സ്പെല്ലിങ് അറിയത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അതൊരു മെയിൻ പ്രശ്നമാണ്. 100ൻ്റെ സ്പെല്ലിങ് പോലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല. അതിൻ്റെ മലയാളം നോക്കിയേ, 100 എന്ന് എഴുതുന്ന നുറ്, ഐര്യം, 1000 ഇതൊക്കെ ഞാൻ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെല്ലിങ്ങും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ് അല്ലേ? എന്താ ഒറ്റ അല്ലെങ്കിൽ 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി എന്ന് മലയാളത്തിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് അത് എഴുതി അതിനെ അതിൻ്റെ നമ്പർ നെയിം ഒരു നമ്പർ എന്നിട്ട് ആ നമ്പറിൻ്റെ നെയിം എഴുതാനൊക്കെ ചോദിക്കും കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾക്ക് ഈ ഓർഡർ അറിയണം. ഒറ്റ, 10, 100, 1000, 10,000 അല്ലെങ്കിൽ വൺസ്, ടെൻസ്, 100, 1000, 10,000 ഇങ്ങനെ പറയാൻ അറിയണം. ഇപ്പോഴും ഇത് തല തിരിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന കുട്ടികളുണ്ട്. കാരണം എവിടെ നിന്നാന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ലിങ്ക് ഇട്ടത്. ഇങ്ങോട്ടല്ല, ലെഫ്റ്റിലോട്ടാണ് എപ്പോഴും ചെല്ലുന്നത്. അത് തിരിഞ്ഞു പോലെ നിങ്ങളെ ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. ലെഫ്റ്റ് നോക്കിക്കേ. ഇപ്പോൾ വൺസ്, ടെൻസ്, 100, 1000, 10,000 കേട്ടോ. 10 എന്ന് പറയുമ്പം അടുത്ത രണ്ട് സംഖ്യ എടുക്കണം. അപ്പം 46,387, 46,387. ഇവിടെ ഇപ്പം നിങ്ങളോട് ചോദിക്കുക 8 എന്ന് പറയുന്നതിൻ്റെ സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്താണ്? 8 വൺസ്, ടെൻസ്. 8 എന്ന് പറയുന്നത് ടെൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ ഒരുപാട് സമയം എടുത്ത് പഠിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ ഈ സ്പെല്ലിങ് കറക്റ്റായിട്ട് അറിയണം. നിങ്ങളിത് നല്ലപോലെ ഇത് കാണുന്നതിൻ്റെ കൂടെ പഠിച്ചുകൂടെ അങ്ങ് പോകണം കേട്ടോ. ഈ നമ്പറിൻ്റെ നെയിം നോക്കിക്കേ. ഇത് നമ്മൾ എവിടുന്നാ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് അല്ലേ? അപ്പോൾ നോക്കിയേ, 2 ലാക്ക് 46,854, 2,46,854 എന്നതാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞതാണ്. പിന്നെ നിങ്ങളോട് 1000-ന് എത്ര പൂജ്യം ഉണ്ടെന്ന് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? 1000 ഇതൊക്കെ അറിയണം. 10-ന് 1 പൂജ്യം, 100-ന് 2 പൂജ്യം, 1000-ന് 3 പൂജ്യം, 10,000-ന് എത്ര? 4 പൂജ്യം, ലക്ഷത്തിന് 5 പൂജ്യം ഒക്കെ ഉണ്ടെന്ന് നല്ലപോലെ അറിയണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നല്ലപോലെ അറിയണം. ഓക്കെ, അതുപോലെ തന്നെ എഴുതാൻ അറിയാൻ മേത്തോറുണ്ട് ഇപ്പോഴും. അതിനുവേണ്ടി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയും വായിച്ച് നമുക്ക് സമയം കളയണ്ട. കാരണം ഇത് ഓൾറെഡി നമ്മൾ 2 ലിങ്കിലും ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങൾ കേട്ടോ. ഇപ്പോഴും 8, 9 ഞാൻ 100-ന് 6 ഉണ്ടെങ്കിൽ ഈ കാണത്തില്ല, ഈ ഉണ്ടെങ്കിൽ 6 കാണത്തില്ല. ഇതൊക്കെ അറിയാമെന്നും പറഞ്ഞാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. എഴുതി വെക്കുന്നത് നിങ്ങൾ രക്ഷകർത്താക്കളൊന്ന് നോക്കണേ പേപ്പറിൽ. നമ്മൾ വിചാരിക്കും അയ്യോ അതെൻ്റെ കുഞ്ഞിനെ അറിയത്തില്ലയോ, അയ്യോ അതൊക്കെ അറിയത്തില്ലയോ എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ അറിയത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ രക്ഷകർത്താക്കളൊന്ന് നോക്കണം കേട്ടോ. 100-ന് അതുപോലെ തന്നെ 1000-ന് THOU കാണത്തില്ല അല്ലെങ്കിൽ A കാണത്തില്ല. അതും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? അടുത്ത് നോക്കൂ നിങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ടതിലോട്ട് നമുക്ക് കയറാം. നോക്കിക്കേ, സംഖ്യാലോകം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏതാണ്? സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏതാണ് കേട്ടോ. അതിന് ക്ലൂ ഞാൻ താഴെ എഴുതി കാണിച്ചായിരുന്നു. നോക്കുന്നു, ലാർജസ്റ്റ്, സ്മാളസ്റ്റ്. നോക്കൂ നിങ്ങളെ, 1 സ്മാളസ്റ്റ്, ഏറ്റവും ചെറിയ ഒരക്കമുള്ള സംഖ്യ. ഒരക്കം 1 കേട്ടോ. സ്മാളസ്റ്റ്. ലാർജ് ആകുമ്പോൾ ഒരക്കമുള്ളത് 9 9 കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാ? 10 ആണ്. അപ്പം ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറോ 99 ആണ്. 99, 99.
ഇനി 3 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 100 ആണ്, 100 അങ്ങനെയാണെങ്കിൽ 3 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ബിഗ്ഗസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണ് 999. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, ഓരോന്ന് കൂടി കൂടി ഇവിടെ നോക്കിയേ. ലാർജസ്റ്റ് ഏത് ചോദിച്ചാലും എത്ര ആണോ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പം 5 ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ 59, 3 ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ 39. ആ ഒരു ക്ലൂ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ സ്മാളസ്റ്റ് 2 ഡിജിറ്റ് ആണെങ്കിൽ എന്താ, 2 എണ്ണം വരുന്ന ഏതാ, 10. സ്മാളസ്റ്റ് 4 ഡിജിറ്റ് ആണെങ്കിൽ 4 എണ്ണം വരുന്ന ഏതാ, 1000. ഈ ക്ലൂവും ഓർത്ത് വെക്കണം കേട്ടോ. കുറേയൊക്കെ നമ്മൾ പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ ഇന്ത്യൻ സിസ്റ്റം? നമ്പർ നെയിം ലാർജസ്റ്റ് സ്മാളസ്റ്റ് ഒക്കെ കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ ആണേ. അടുത്ത് നോക്കിയേ, ഇന്ത്യൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളെ, 1s 10s 100 1000 അല്ലേ, 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ, ഇത് നമ്മൾ മുമ്പേ ഓൾറെഡി പറഞ്ഞ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ അറിയണേ. അതിൻ്റെ പ്രത്യേക കോമയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കോമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ. നോക്കിക്കേ, ഇപ്പോൾ 4 2 8 6 8 4 6 ഇങ്ങനെ ഒരു നമ്പർ വരിക. നമുക്ക് 3 ഈ ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 3 2 2 2 എന്നും പറഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്നറിയാമോ? ഇൻ്റർനാഷണലിൽ 3 3 3 3 എന്നും പറഞ്ഞാണ് ലെഫ്റ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്താ ഞങ്ങളെ, ഇന്ത്യൻ സിസ്റ്റത്തിൽ 3 2 2 2 എന്നാണ്, ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ 3 3 3 എന്നാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു ഉദാഹരണം നോക്കിക്കേ. ഇവിടെ നോക്കിയേ, സംഖ്യ കാണാൻ പറ്റുന്നുണ്ടോ? 3 9 4 3 6 2 7 5. ഇതൊരു എക്സാമ്പിൾ തന്നിരിക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്താ, ലാസ്റ്റിലത്തെ 3 എണ്ണം കണ്ടോ, പിന്നെ 2 പിന്നെ 2 പിന്നെ എന്താ, ഇവിടെ 2 ആണ്, പക്ഷെ നമുക്കിവിടെ 3 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നമ്മൾ ഈ 2 2 2 എന്ന് പറഞ്ഞാൽ എന്ത് പറയുമോ? ഇതിനെ ഓരോ വീടായിട്ട് നിങ്ങൾ അങ്ങ് വിചാരിക്കുകയാണ്. ഇത് ക്ലൂ ആയിട്ട് അങ്ങ് പറയുന്നതാണേ ഞാൻ. നോക്കിക്കേ, 275 ആണ് ലാസ്റ്റിലെ, അതിനൊരു മാറ്റവും ഇല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ ഏതാ, 1000 10,000, അപ്പോൾ 36 ഒരുമിച്ച് പറയണം കേട്ടോ. പിന്നെ 2 എണ്ണം എന്ന് വെച്ചാൽ അവരെ രണ്ടിനെ ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ് ഒരു വീടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് 1000ൻ്റെ വീടാണ്, 1000, ഇത് ലാക്കിൻ്റെ വീടാണ്. ഇപ്പം മനസ്സിലായോ? ഇത് കോടിയുടെ വീടാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ പറയും? 3,94,00,000 അങ്ങനെയല്ലേ? 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ അല്ലേ? അപ്പോൾ 3,94,36,275 എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിലോ 3,94,36,275. നിങ്ങൾ ഈ നമ്പർ എഴുതിയിട്ടിട്ട് 5-6 വേറെ മാറ്റി മാറ്റി ഇട്ടിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, അല്ലാതെ നോക്കി പഠിക്കരുത്. നോക്കൂ നിങ്ങളെ, ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇനി അതിന് വേണ്ടി സമയം കളയണ്ടാവും നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടിട്ട് നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത് പോസ് ചെയ്തിട്ടിട്ട്, കാരണം ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഇനി എടുക്കാത്ത കുറേ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കൊണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണലിലും ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇൻ്റർനാഷണലിൻ്റെ പ്രത്യേകത എന്തോ അവിടെ 100,000 വരുന്നുണ്ട്. ഏതാ നമ്മുടെ ലാക്ക് ഇല്ലേ, 1s 10s 100 1000 10,000 ലാക്ക്. ഇൻ്റർനാഷണൽ ലാക്കില്ല, പകരം 100,000 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. അടുത്ത മില്യൺ 10 മില്യൺ 100 മില്യൺ ബില്യൺ 10 ബില്യൺ 100 ബില്യൺ ട്രില്യൺ ഇതൊക്കെ ഇങ്ങനെ പോവുക. അപ്പം നമുക്ക് 1s 10s 100 1000 10,000 എന്താ 100,000 ആണ്. ആ ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും, 1 മാർക്കിന് ചോദിക്കും, ലാക്ക് ഇൻ്റർനാഷണൽ ഇല്ല, പകരം 100,000 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്തായാലും ലേറ്റാ അല്ലേ? നോക്കിക്കേ, 4 3 8 7 5 6 4 4. ഓക്കെ, നോക്കൂ നിങ്ങളെ, ഇൻ്റർനാഷണലിൻ്റെ പ്രത്യേകത എന്തോന്നറിയോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 3 എണ്ണത്തിനെ ഓരോ വീട്ടിൽ കയറ്റുക എന്നുള്ളതാണ്. എത്ര വരെയുണ്ടോ ഇങ്ങോട്ടാണ് 3 എണ്ണം വീതം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഈ സെയിം ഇന്ത്യനിലാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇന്ത്യനും ഇൻ്റർനാഷണലൂടെ തിരിഞ്ഞു പോകല്ല. ഇന്ത്യനിൽ ലാസ്റ്റിൽ 3 എണ്ണമാണ്. ഇന്ത്യക്കാരെപ്പോഴും 2 3 2 2 3 2 2 2 എന്നും പറഞ്ഞാണ് പോകുന്നത്. 3 2 2 2 എന്ന് പറയാം. പക്ഷേ ഇൻ്റർനാഷണൽ 3 3 3 3 എന്നും പറഞ്ഞാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം 1s 10s 100 1000 10,000 100,000. എങ്ങനെ ഇവിടെ 100,000 വന്നാൽ അവർക്ക് ലാക്കില്ല, കാരണം അവർ 3 എണ്ണത്തിനെ കൂട്ടി കയറ്റി വെക്കും. അപ്പോൾ എങ്ങനെ പറയും? 100,000 പിന്നെ മില്യൺ ആണ്.
എന്താ കുഞ്ഞുങ്ങളെ? മില്യൺ. അപ്പോൾ എങ്ങനെ പറയും? 4 മില്യൺ. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ കാര്യമാണേ പറയുന്നത്. അവർ മൂന്നെണ്ണം വീതം ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ എന്താ 3 ഇടാഞ്ഞ്? ഇവിടെ ഈ ഒരെണ്ണേ ഉള്ളത് കൊണ്ടാണ് അതിനെ ഒറ്റയ്ക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം 1s 10s 100, 1000 10,000, എന്താ ഞങ്ങളിവിടെ 100,000. തെറ്റിപ്പോകല്ലേ, 100,000. പിന്നെ മില്യൺ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? 4 മില്യൺ. പിന്നെ എന്താണോ കിടക്കുന്നത് അതിനെ ഒരുമിച്ച് വായിച്ചിട്ട് അവരുടെ എന്താ ഏത് വീടാണോ, ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരെയും ഓരോ വീട്ടിലങ്ങ് ആക്കണോ, അവരുടെ വീട്ടുപേര് പറയണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ 4,387,000 എന്താ 1000. ഇത് 1000ൻ്റെ വീടാണ് അല്ലേ? 564. ഇത് 1000ൻ്റെ വീട് എന്തുകൊണ്ടായത്? 1s 10s 100, 1000 10,000 100,000. ഇത് 3ഉം 1000ൻ്റെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യനിൽ കുഴപ്പമില്ലല്ലോ. 1s 10s 100, 1000 10,000, ലാക്ക് 10 ലാക്ക്. എത്ര? 43,87,568. മനസ്സിലായോ നിങ്ങളെ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത സർക്കിളിൻ്റെ ആണ്. അതൊക്കെ നമ്മളൊന്ന് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഇനിയും വെറുതെ കേട്ടോ. ഇനി നമുക്ക് നോക്കിക്കേ, അടുത്ത ഒരു ചോദ്യം നോക്കിയേ. ഇൻ 2023 ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഈസ് 35. നോക്കിക്കേ എത്രയാണ്? 35,000 ആണോ? 35,000 ആണോ? കോമ ഇട്ട് നോക്കണം. ഇന്ത്യനിലാണ് 3 അപ്പോൾ 3,56,569 km ആൻഡ് മാക്സിമം 4,64 അല്ലല്ല എന്താ 6,458 ആണ് കേട്ടോ നിങ്ങളെ. സംഖ്യ എന്തോ ആയിക്കോട്ടെ കണ്ടോ. ഇതിനെ എന്തോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇതിനെ നിങ്ങൾ വേർഡ്സിലോട്ട് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. എന്താ? അപ്പം നമ്മൾ ഇന്ത്യൻ സിസ്റ്റം ആണോ ഇന്റർനാഷണൽ ആണോ എന്ന് നോക്കുക. ഇന്ത്യനിലാണെങ്കിൽ 322. എങ്ങനെയാവും നിങ്ങളെ? 3,56,000 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങ് എഴുതണം കേട്ടോ, കാരണം അതൊക്കെ ഒരുപാട് പറഞ്ഞതായതുകൊണ്ടാണ്. ഓക്കെ. അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ദ പോപ്പുലേഷൻസ് ഓഫ് കേരള വാസ് എത്ര? 3,34,00,000 lakh ആണോ? 1s 10s 100, 1000 10,000, ലാക്ക് 10 ലാക്ക്, ക്രോറ് 3,34,6,061. ഓക്കെ. അതിനെ എന്ത് എഴുതാനാണ് ചോദിച്ചത്? നമ്പർ നെയിമിലോട്ട് മാറ്റാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെ അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടിട്ട് ഇംഗ്ലീഷും മലയാളവും വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കണക്കിന് ചെയ്യാനുണ്ടോ നിങ്ങളെ കേട്ടോ. നമ്മൾ 2 ലിങ്കിലും പറഞ്ഞുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്ത് വിടുന്നത് കേട്ടോ. അറിയാൻ വയ്യാത്തവരിതൊന്ന് പോസ് ചെയ്തിട്ടിട്ട് നോക്കിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് മെയിൻ നല്ല കണക്കിലോട്ട് കയറാം. നോക്കിയേ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിങ് ഓൾ ദ 3 ഡിജിറ്റ്? ഇതിനൊരു എളുപ്പവഴിയുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് ഇവിടെ എത്ര ഡിജിറ്റാണ് തന്നേക്കുന്നത് നോക്കുക. നോക്കിയേ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ 3 ഹാവിങ് ഓൾ ദ 3 റിപ്പീറ്റ് ചെയ്യാതെ. മനസ്സിലായോ? അപ്പം 3, 6, 9 എന്നാണ് നമ്മുടെ ചോദ്യം. എന്താ നിങ്ങളെ? 3, 6, 9 എന്നാണ് നമ്മുടെ ചോദ്യം ആണല്ലോ. ഇത് ഒരു സംഖ്യ പോലും റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് എത്ര വട്ടം എഴുതാൻ പറ്റുമെന്ന്. ഇതിനൊരു എളുപ്പവഴിയുണ്ടോ നിങ്ങളെ? മൊത്തം എത്ര ഉണ്ട്? 1, 2, 3 കേട്ടോ. 1, 2, 3. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ? 1 × 2 × 3. മൊത്തം 3 എണ്ണം അല്ലേ? ഇല്ലയോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 1 × 2 2, 2 × 3 6. മൊത്തം നമുക്ക് 6 എണ്ണം വരുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ പിടികിട്ടിയോ? മൊത്തം എത്ര നമ്പറാണോ തന്നിരിക്കുന്നത് ആ നമ്പറിനെ ഇങ്ങനെ ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തന്നു. അവിടെ 0 to 4 എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 0 വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 0നെ നമ്മളെ ആദ്യം എടുക്കത്തില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 3, 6, 9 എന്നല്ലേ. അപ്പം അത് നമ്പറായിട്ട് നമുക്ക് പറ്റും. ഇവിടെ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ, അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇവിടെ നോക്കൂ, 0യിൽ ഏതെങ്കിലും സംഖ്യ നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താ 0യെ രണ്ടാമതിട്ടോ 3ാമതിട്ടോ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇങ്ങനെ വരത്തുള്ളൂ. അത് പ്രത്യേകിച്ച് ഓർത്തോണേ കേട്ടോ. ഇനി 0 ഇല്ലാത്തതിലെ എളുപ്പവഴിയാണ് പറഞ്ഞത്. ഹൗ മെനി 4 ഡിജിറ്റ് നോക്കിയേ. അടുത്ത 4 ഡിജിറ്റുള്ള നമ്പർ നോക്കൂ നിങ്ങളെ. 4, 5, 6, 7 എന്ന് പറയുന്ന ഒരു നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? 4, 5, 6, 7 4, 5, 6, 7 എന്ന് പറയുന്ന നമ്പർ. ഇതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ എത്ര എണ്ണം പറ്റും? 4 എണ്ണം അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എന്താ 1 × 2 × 3 × 4 അല്ലേ. 1, 2, 2, 2, 3, 6, 6, 4 24 വട്ടം നമുക്ക് പറ്റുമെന്നാണ്. ഇപ്പോൾ പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? 0 ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടോ. 0 ഉള്ളപ്പോൾ നമ്മളെന്താ ഇതുപോലെ എഴുതിയിട്ട് ചെയ്തു നോക്കുക. അപ്പം തെറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് തെറ്റിയാലോ. അതുകൊണ്ട് ഇങ്ങനെ 0 ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് തന്നെ ചെയ്യുക. 0 ഇല്ലാത്ത നമ്പറുകളാണെങ്കിൽ ചെയ്യാൻ എളുപ്പം ഈ മെത്തേഡ് തന്നെ. ഓക്കെ. അടുത്തത്, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് 0? ഹൗ മെനി വിത്ത് ഔട്ട് 0?
നോക്കൂ, ഞാൻ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പർ അതിൻ്റെ അറിയണമെങ്കിൽ ആദ്യം മൊത്തം എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ടോ നോക്കണം. എത്ര? നമ്മുടെ 10 മുതൽ നമുക്ക് എത്ര 99 വരെ എഴുതുന്നത് 2 ഡിജിറ്റ് നമ്പറാണ് ആണല്ലോ. 10 മുതൽ 99 വരെ എഴുതുന്നതും 2 ഡിജിറ്റാണ്. അതിനകത്ത് 0 വരുന്ന ഏതിനാവും നിങ്ങളെ? 0 10 മുതൽ 90 വരെ വരുന്നതിൽ 0 വരുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ 90 നമുക്ക് എടുക്കാവേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ 90 10 മുതൽ 90 വരെ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ 90 എണ്ണം ഉണ്ടല്ലോ. 2 ഡിജിറ്റ് നമ്പർ മൊത്തം എത്ര ഉണ്ട്? 90 എണ്ണം. എന്തുകൊണ്ടാവും നിങ്ങളെ? 10 മുതൽ 99 വരെ ഉള്ളതിൻ്റെ ഇടയ്ക്ക് എത്ര എണ്ണം വരുന്നുണ്ടോ? 90. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. 10 മുതൽ 99 വരെ ആണ് 2 ഡിജിറ്റ് നമ്പർ, 2 അക്ക സംഖ്യ. ഈ 2 അക്ക സംഖ്യയുടെ ഇടയ്ക്ക് എത്ര എണ്ണം വരും? 90 എണ്ണം വരും. ഓക്കെ ആണോ? അതിനകത്തിൽ 0 ഉള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ നിങ്ങളെ. 0 ഉള്ളത് എത്ര? 9 എണ്ണം. ഇനി 0 ഇല്ലാത്തത് എത്ര എണ്ണം ഉണ്ട്? 81 എണ്ണം. ഇപ്പം പിടികിട്ടിയോ? നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, കാരണം എല്ലാം എൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അടുത്ത നോക്കിയേ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റ്. ഇനി നമ്മൾ 2 ഡിജിറ്റ് നമ്പർ പറയുമ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്ന, നോക്കൂ നിങ്ങളെ, 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു 10 മുതൽ 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ. ഇത് ഒരേ സംഖ്യകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, 11 അല്ലേ, ഒരേ സംഖ്യയല്ലേ? 22, 33, 44, 55, അങ്ങനെ എത്ര എണ്ണം വരും? എത്ര എണ്ണം നിങ്ങളെ? 9 എണ്ണം. ഓക്കെ ആണോ? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ, അതുപോലെ തന്നെ 3 ഡിജിറ്റിൻ്റെ വന്നാലും എന്താ നമുക്കറിയാമല്ലേ, എന്താ 2 ഡിജിറ്റ് ഇങ്ങനെ ആണെങ്കിൽ 3 ഡിജിറ്റ് നമുക്കറിയാം. പക്ഷേ പരീക്ഷയ്ക്ക് എന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ഇതുപോലെ ഓർഡറിലൊന്നും അല്ല. അപ്പം നിങ്ങൾ ഓരോ മോഡലും കേട്ടോ, ഏത് മോഡലും ഏത് രീതിയിലാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഓരോ മോഡലും വ്യക്തമായിട്ടിരുന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ഇതൊക്കെ കണ്ടോ. അപ്പം 3 ഡിജിറ്റ് റിപ്പീറ്റ് വരുന്നത് ഇപ്പം അതും എത്രയാണ്? 9 നമ്പർ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിനകത്തല്ലേ ആദ്യത്തെ 2 ചാപ്റ്ററിൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലോട്ട് കയറാം. അതായത് 3ാമത്തെ ചാപ്റ്ററാണ്. അതായത് ഇപ്പോൾ 12 + 3 എന്ന് പറഞ്ഞാൽ 15 ആണല്ലോ. എത്ര നിങ്ങളെ? 12 + 3 = 15 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 2 + 3 എന്ന് എഴുതിക്കൂടായോ? എഴുതരുതോ? 12 എന്ന് പറയുന്നത് 10 + 2 അല്ലേ? 10 + 2 അല്ലേ 12? അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 10 + 3 + 2 എന്നും എഴുതിക്കൂടായോ? എഴുതാം. കാരണം എന്താ, ഇത് എങ്ങനെയൊക്കെ ഇട്ടല്ലേ 3 + 2 + 10 എന്ന് ഇട്ടാൽ എങ്ങനെയൊക്കെ ഇട്ടാലും കൂട്ടുമ്പോൾ ഒരേ ആൻസർ ആവും ഞങ്ങളെ വരുന്നത്. കൂട്ടുന്ന കാര്യമാണ് അഡീഷൻ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഈ മോഡലൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ 18 എന്ന് വെച്ചാൽ 10 + 8, 25 എന്ന് വെച്ചാൽ 20 + 5, 16 എന്ന് വെച്ചാൽ 10 + 60, 10 + 6. ഇത് ഈ മോഡൽ അറിയാമല്ലോ. ഇതിൻ്റെ ഫസ്റ്റ് ലിങ്ക് പോയതാവും ഞങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത്. അതായത് 12 എന്ന് പറയുന്നത് 10 + 2 ആണ്. 18 എന്ന് പറയുന്നത് 10 + 8 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 15 + 8 എന്ന് പറയുന്നതിനെ 15നെ നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. 15നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പം 10 + 5 അല്ലേ, പിന്നെ 8. ഇനി നമുക്ക് ഇതിനെ അല്ലാതെ എങ്ങനെ എഴുതാം? 10 + 8 + 5 എന്നും എഴുതാം. രണ്ടായാലും നമുക്ക് എന്താ ഒരേ ആൻസറാണ് അല്ലേ. അതായത് ഈ 5നോട് 8 കൂട്ടിയാലും 8നോട് 5 കൂട്ടിയാലും നമുക്ക് എന്താ ഒരേ ആൻസറാണ് വരുന്നത്. 13 തന്നെയല്ലേ? 13ഉം 10ഉം 13 എത്ര നിങ്ങളെ? 23. അപ്പോൾ രണ്ടും ഒരേ ആൻസറാണ് വരുന്നത് ആണല്ലോ. സംശയം ഉണ്ടോ നിങ്ങളെ? ഒന്ന് സൂക്ഷിച്ച് നോക്കി മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് അഡീഷൻ്റെ കാര്യത്തിലായിരുന്നു. അഡീഷനിൽ നമുക്ക് തിരിച്ചും മറിച്ചുവിട്ട് എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുണിക്കുമ്പോൾ നോക്കണമല്ലോ. ആഹാ അല്ലേ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണമല്ലോ. അപ്പം നമ്മുടെ പാഠമേ എന്താ? മൾട്ടിപ്പിളാ. അപ്പോൾ നോക്കിക്കേ, 15 × 8 നമ്മൾ പറഞ്ഞു എന്താ ഇവിടെ 15 × 8നെ നമ്മൾ പ്ലസ് ചെയ്തപ്പം 15 എന്ന് പറയുന്നത് 10 + 5 ആണ്, +8 ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത്. എന്നാൽ ഗുണിക്കുമ്പോൾ നോക്കൂ നിങ്ങളെ, 15 × 8 ആണ് അല്ലേ, ഇൻറ്റു 8 ആണ്. ഇവിടെ വന്ന ടെസ്റ്റ് ഉണ്ടോ? ഇൻറ്റു ആണ്, ഗുണിക്കുവാണ്. അപ്പോൾ എന്താ 15നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. 10 + 5 ഇൻറ്റു 8. എന്നാണ്ട് ഇവിടാണ് എല്ലാവർക്കും തെറ്റുന്നത്. 10 + 5 ഇൻറ്റു 8. ഈ വെളിയിൽ ആരാണോ കിടക്കുന്നത് ആ ആൾ വന്ന് ഇവിടെ അകത്ത് കിടക്കുന്ന ഓരോരുത്തരെയും വന്ന് കാണും. അതല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ഈ 2 പേരും വെളിയിൽ വന്ന് ഇരിക്കുന്ന ആളിനെ പോയി കാണും. അപ്പോൾ ഓർമ്മയുണ്ടോ നിങ്ങളെ? ഇത് ഓർമ്മയുണ്ടോ? ഞാനിത് ലിങ്ക് ഇട്ടതാണ്.
എളുപ്പ വഴിയാവും നിങ്ങളെ ഞാനീ പറയുന്നത് കേട്ടോ. അതായത് അകത്തിരിക്കുന്ന 10 പോയി 8നെ കാണും, 5 പോയി 8നെ കാണും. 10 പോയി 8നെ കണ്ടപ്പോൾ 80, 5 പോയി 8നെ കണ്ടപ്പോൾ 40. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 മെത്തേഡിലും ചെയ്യാം. 15 × 8 18 × 5 18 എന്ന് പറയുന്നത് 10 + 8 ആണ്, × 5 അല്ലേ? സംശയമുണ്ടോ? ഇല്ല. നോക്കിക്കേ, 10 + 8 × 5 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിനകത്ത് കിടക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. ആര്? 10 ഇൻറ്റു ഇത്, ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നങ്ങ് മനസ്സിൽ വിചാരിക്കണം. ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റു. അപ്പോൾ 10 × 5. പിന്നെ നിങ്ങൾക്ക് ഈ ഇവിടെ അകത്ത് ഏത് സൈനാണോ വരുന്നത് അത് വേണം ഇവിടെ ഇടാൻ കേട്ടോ. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോകുമ്പോൾ ഇൻറ്റു ആവും. 10 × 5 പ്ലസ് 8 × 5. മനസ്സിലായോ? അപ്പോഴും എന്താ, ഇവിടെ രണ്ടിടം എപ്പോഴും എന്താ ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത് ആണല്ലോ. രണ്ടാമത് വരുന്ന ആൻസർ എപ്പോഴും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം വരുന്ന സംഖ്യയിൽ വരുന്ന ഡിഫറൻസ് മാത്രം നമുക്ക് എപ്പോഴും നോക്കിയാൽ മതി. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. എന്താ നിങ്ങളെ, നമുക്ക് ആദ്യം ചെയ്തപ്പോൾ കിട്ടിയില്ലേ? ഇവിടെ എത്ര? 10 × 8 80 ആണ്. ഇവിടോ 10 × 5 50 ആണ്. അപ്പം ഇവിടെ ആണോ വലുത്, ഇതാണോ വലുത്? 80 അല്ലേ വലുത്? ആണ്. അപ്പം ഏതാവും നിങ്ങളെ വലുത്? ഇതല്ലേ? 15 × 8 അല്ലേ വലുത്? ആണോ നിങ്ങളെ? ആണ്. ഇല്ലയോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇവിടെ 5 × 8 ഒരുപോലെയാണ് അല്ലേ? 5 × 8ഉം 8 × 5 ഒരുപോലെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 80 - 50 = 30ൻ്റെ വ്യത്യാസം ആർക്കുണ്ടായി? 15 × 8ന് വന്നെന്ന്. ഇതിലെ കണക്കാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇതിപ്പോൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ, ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുത് എന്ന് എത്ര കൂടുതലാണെന്നും നമുക്ക് ചെയ്യാൻ. ഇതൊക്കെ ലിങ്ക് ഇട്ടാവും നിങ്ങളെ. എന്നാലും 12 × 8 ആണോ വലുത്? 18 × 2 ആണോ വലുത്? 12 എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആദ്യം ഏതാണോ തരുന്നത് അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഏതാ? 10 + 2 × 8. അപ്പം നമ്മുടെ ജോലി എന്താ? സ്പ്ലിറ്റ് ചെയ്തതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. എന്താ നിങ്ങളെ? സ്പ്ലിറ്റ് ചെയ്തത് ആരാണോ, ഇവിടെ 12നെ അല്ലേ സ്പ്ലിറ്റ് ചെയ്ത്, അതിനെ ബ്രാക്കറ്റിൽ ഇടുക. 10 + 2 എന്നിട്ട് × 8. എന്നിട്ട് നമ്മുടെ ജോലി എന്താ? ഈ സ്പ്ലിറ്റ് ചെയ്ത ആള് വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. 10 × 8 + 2 × 8. മനസ്സിലായോ? അപ്പം നമുക്ക് ഇവിടെ എത്ര? 80 കിട്ടി. ഇനി 18 × 2 എന്ന് വെച്ചാൽ എന്താ? 10 + 8. ഇതെല്ലാം ഞാൻ കുറേ പറഞ്ഞതാ കേട്ടോ. ഇതെല്ലാം നമ്മൾ കുറേ ചെയ്താവും നിങ്ങളെ. അത് നിങ്ങൾക്ക് ഇതിൽ ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ലിങ്ക് നോക്കണം കേട്ടോ. കാരണം നമുക്കിനിയും വേറെ പഠിക്കാനുള്ളത് കൊണ്ട് ഞാനിത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാറ്. അത്രയും സമയം അല്ലെങ്കിൽ നമ്മുടെ പോവുക. ഇതിനകത്തിൽ സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാരണം ഈ ചോദ്യം ഒന്നുകൂടെ ഞാനൊന്ന് പറയാം നിങ്ങളെ. 13 × 9ഉം 19 × 3ഉം തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ് വലുത് കേട്ടോ, ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യമേ നമ്മുടെ ജോലി 13 × 9 ആകുമ്പം 10 + 3 ആണ് 13 അല്ലേ. പിന്നെ നമ്മുടെ ജോലി ഇതിനെ സ്പ്ലിറ്റ് ചെയ്തതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. ബ്രാക്കറ്റിൽ കയറിയതിന് ശേഷം എന്താ? വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. നിങ്ങളെ ഈ സൈൻ തിരിഞ്ഞു പോകല്ലേ. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോകുമ്പോൾ ഇൻറ്റു ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഏത് സൈനാണോ അതാണ് നടുക്ക് വരുന്നത് കേട്ടോ. കുട്ടികളുടെ പേപ്പർ നോക്കുമ്പോൾ ഇത് ഇൻറ്റു ഇപ്പുറത്തും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തിരിഞ്ഞു പോകല്ലേ. തിരിഞ്ഞു പോകുന്നോളം വരുമ്പോഴാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്നേ 10 × 9 90 പക്ഷേ ഇവിടെ 10 × 3 30 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വലുതാരാണ്? 90 അല്ലേ. 90 അല്ലേ. അപ്പോൾ ഇവിടെ 13 × 9 വലുത്. എത്രൻ്റെ ഡിഫറൻസ് ഉണ്ട്? 90ൽ നിന്ന് 30 പോയാൽ ബാക്കി 60ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. കാരണം കഴിഞ്ഞ ലിങ്കിൽ ഓൾറെഡി ഇതെല്ലാം ഇട്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇടുന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇച്ചിരി നോക്കിയതാണ്. ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏതാവും നിങ്ങളെ? ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ലാർജസ്റ്റ് 5 ഡിജിറ്റ്. ലാർജസ്റ്റ് ചോദിച്ചാൽ എത്ര സംഖ്യയാണോ ചോദിക്കുന്നത് അത്രയും 9 ഇട്ട് വെക്കുക. 5 എണ്ണം ചോദിച്ചുകൊണ്ട് 5 9 ഇട്ട് വെക്കുക കേട്ടോ. അടുത്ത സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ മൈനസ് ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കും. എന്താ നിങ്ങളെ? ചെറിയ 5 അക്ക സംഖ്യയിൽ നിന്നും മൈനസ് വലിയ 6 അക്ക സംഖ്യ കേട്ടോ. അതൊരു ഇതുപോലെ തന്നെ എഴുതിയിട്ട് ചെയ്യണേ കേട്ടോ. ഏതാ ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം എഴുതാൻ. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ പ്ലസ് 1. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? ഏതാ? സ്മാളസ്റ്റ് 5 അക്ക സംഖ്യ കിട്ടും കേട്ടോ. അതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ കാണും. അടുത്ത നമ്പർ നെയിം എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ പറയാം. 1s 10s 100, 1000 10,000, ലാക്ക് 10 ലാക്ക്, ക്രോറ്. ചെല്ലി നോക്കണേ. അതുപോലെ കോമായും ഞാൻ ഓരോ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് ക്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇന്ത്യൻ സിസ്റ്റം
ആയതുകൊണ്ട് 3 2 2 2 ഈ 2 2 എന്ന് പറയുന്നത് എന്താ, 2നെ ഒരു വീടായിട്ട് വിചാരിക്കുക. അവരുടെ നമ്പർ എഴുതുക, വീട്ടുപേര് എഴുതുക, നമ്പർ എഴുതുക, വീട്ടുപേര് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ 7 എന്ന് പറയുന്നത് ഏത് വീടാ? ക്രോർ. 7 ക്രോർ. 32 എന്ന് പറയുന്നത് ലാക്ക്. 16 എന്ന് പറയുന്നത് 1845. അതായത് 7,32,16,845. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത നോക്കൂ നിങ്ങൾ പാലൻഡ്രോമിക് എന്ന് കേട്ടിട്ടുണ്ടോ? പാലിൻഡ്രോം എന്നും പറയും ചില ട്രോമിക്ക്. പാലിൻഡ്രോമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വലത്തൂന്ന് ഇടത്തോട്ട് ചെല്ലുന്നതും ഇടത്തൂന്ന് വലത്തോട്ട് ചെല്ലുമ്പോഴും ഒരേപോലെ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ എന്താവും നിങ്ങളെ? ഇപ്പം സരസ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോഴും സരസ, ഇവിടുന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോഴും സരസ. അതുപോലെ ജലജ, ജലജ. നിങ്ങൾക്ക് അറിയാവുന്ന പേരൊക്കെ പറഞ്ഞു കേട്ടോ. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോഴും ഒരുപോലെയാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, 121 തിരിച്ച് ചെല്ലുമ്പോഴും 121. നോക്കിക്കേ, 13:31 ഇങ്ങോട്ട് ചെല്ലുമ്പോഴും 13:31. 14:64 14:64. കണ്ടോ? ഇതിനെ എന്താ പറയുന്നത്? പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, ഇത് മറക്കല്ലേ കേട്ടോ. പാലിൻഡ്രോം എന്നോ പാലിൻഡ്രോമിക് എന്നോ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. തിരിച്ചും ഇതിൻ്റെ പേര് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ പേരെന്തുവാന്ന് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത്, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ഇതേ അക്കത്തിൽ? അത് മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ? അത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ നിങ്ങളെ. ഇത് ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ, ഇനി നോക്കിയോ നിങ്ങളെ, 13 × 15. 13 × 15 ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതിനെ എങ്ങനെ എഴുതുമെന്ന്. 13 × 15 എന്ന് പറയുന്നത് എങ്ങനെയാവും നിങ്ങളെ? ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. 13 × 15 എന്നുള്ളതിന് നമ്മൾ ആദ്യമേ ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ 4 അക്കമുള്ള ഒരു ബോക്സ് വരയ്ക്കുക. 13 എന്ന് പറഞ്ഞാൽ 10. ഇപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒന്നുകൂടെ പറയുന്നത്. 13 എന്ന് പറയുന്നത് 10ഉം 3ഉം കൂടിയാണ്. 15 എന്ന് പറയുന്നത് 10ഉം 5ഉം കൂടിയാണ്. അതിന് സംശയമുണ്ടോ? ഇതങ്ങ് മറന്നേരെ, ഇത് നോക്കിയാൽ മതി. നോക്കൂ നിങ്ങളെ, 13 എന്ന് പറയുന്നത് എന്താ? 10ഉം 3ഉം കൂടെ ചേരുന്നതാണ് 13. 15 എന്ന് പറയുന്നത് 10 + 5 അതിന് സംശയമില്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യാൻ തോന്നറിയോ? നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അത് തന്നെ അങ്ങ് എഴുതി വെക്കണം. അതായത് 10ൻ്റെ ഓപ്പോസിറ്റ് 10, 3ൻ്റെ ഓപ്പോസിറ്റ് 3, പിന്നെ 10ൻ്റെ ഓപ്പോസിറ്റ് 10. ഇതിന് സംശയമുണ്ടോ? 5ൻ്റെ ഓപ്പോസിറ്റ് 5. ഇതിന് ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ജോലി എന്താ? ഇതിൻ്റെ അതേതായ ഇപ്പം 100, 10 × 10 100. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി 10 × 3 30. മനസ്സിലായോ? 10 × 3 30. ഇത് തെറ്റാണല്ലോ. നോക്കിയേ, 10 × 5 50. ഇവിടെ 3 × 5 15 കേട്ടോ. അപ്പോൾ എത്ര വരും? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് 10, 10ഉം 13ഉം 15ഉം അല്ലേ? അപ്പോൾ 10 × 10 100, 10 × 3 30, 10 × 5 50, 5 × 3 15. മനസ്സിലായോ? ഇനി എന്തോ ചെയ്യണം? ഇത് കൂട്ടണമെന്ന്. 100ഉം 30ഉം 130, പിന്നെ 50ഉം 15ഉം 65. മനസ്സിലായോ? അപ്പോൾ 5 9 1 ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിലെ ഇവിടെ എന്തോ ഒരു സംതിങ് വന്നല്ലോ. ഇവിടെ 30 കേട്ടോ എഴുതിയത് വന്ന് പറ്റും. അപ്പം 130ഉം 65 കൂടെ ആയപ്പോൾ 195. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 17 × 16 നോക്കിയേ. 17 × 16 നമ്മൾ എന്തോ ചെയ്യുക? 17 എന്ന് പറയുന്നത് 10ഉം 7ഉമാണ്. 16 എന്ന് പറയുന്നത് 10ഉം 6ഉമാണ്. ഇനി നമ്മുടെ ജോലി എന്താ? ഓപ്പോസിറ്റിലെ പറക്കി എഴുതുക. 10 താഴെ എഴുതുക, 7 താഴെ എഴുതുക, 10 വലത്ത് എഴുതുക, 6 ഇവിടെ എഴുതുക. ഇതിന് സംശയം ഉണ്ടോ നിങ്ങളെ? ഇനി എന്താ? 10 × 10 100, 10 × 7 70, 10 × 6 60, 7 × 6 6 42. മനസ്സിലായോ? ഇനി ഇത് കൂട്ടുക. 100 + 70 170, 60 + 42 102, 6 40 102. അപ്പോൾ എത്ര? 2 7 2. പിടി കിട്ടുന്നുണ്ടോ? അങ്ങനെ 18 × 19. 18 എന്ന് വെച്ചാൽ 10 + 8, 19 വെച്ചാൽ 10 + 9. മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളെ? ഇതെല്ലാം നട ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കണക്കിൽ സംശയം, അതെങ്ങനെയാണ് വന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അതത്ര ഓക്കെ ആണല്ലോ ഈ കണക്ക്. ഇനി
വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദേ ക്യാൻ മേക്ക് വിത്ത് ദീസ്. ഒരു നമ്പർ തന്നിട്ട് അതിലെ ആ നമ്പർ വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പറും സ്മാളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സമ്മ് കാണുക, ഡിഫറൻസ് കാണുക എന്നൊക്കെയാണ് കേട്ടോ. ഇതിനകത്തിലെ നോക്കിയേ 4 0 7 2 3 5. ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ലാർജസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും വലുത് ഏതാ? 7 5 4 3 2 0. ഓക്കെ ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ സ്മാളസ്റ്റ് എങ്ങനെ എഴുതും? എന്നാൽ 0യിൽ അങ്ങ് തുടങ്ങിയാലോ? 0 എഴുതല്ലേ കുഞ്ഞുങ്ങളെ. ആദ്യം അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 2 ഇട്ടിട്ട് 0 എഴുതണം കേട്ടോ. 2 ഇട്ടിട്ട് 0 എഴുതണം. അതെല്ലാവർക്കും തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ബാക്കി അതുപോലെ തിരിച്ചിങ്ങ് എഴുതിയാൽ മതി. ഇത് തിരിച്ചെഴുതിയാൽ മതി. 0യിൽ നമ്മൾക്ക് ഏതെങ്കിലും സംഖ്യ തുടങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ എഴുതുക? ഇനി ഇതിൻ്റെ സമ്മ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്രയാണെന്ന് എഴുതുക. എത്ര? 7 5 2 7 4 3 7 4 3 7 5 2 9 അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് എത്രയാണെന്ന് എഴുതുക കേട്ടോ. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? ഇതിൻ്റെ സമ്മെന്ന് വെച്ചാൽ കൂട്ടുക, ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക. അപ്പോൾ വലുതും ചെറുതും നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചെറിയ സംഖ്യ എഴുതുമ്പോൾ ഒരിക്കലും 0യിൽ തുടങ്ങത്തില്ല. അപ്പം നമ്മൾ എന്താ അത് കഴിഞ്ഞിട്ട് ഏത് സംഖ്യയാണോ വരുന്നത് അത് കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കുക. ഇത് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പോലെ ഞാൻ കുറേ തയ്യാറാക്കിയതാണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നു കുഞ്ഞിലെ 10,000 എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. 10,000 അതായത് 10,000 എന്ന് പറയുന്നതിൽ ഞാനൊരു എളുപ്പവഴി പറയാം. ഇപ്പം 10,000 എന്ന് പറയുന്നത് ഓക്കെ, 10,000 ഇതിനകത്തിൽ എത്ര ഒന്നുണ്ട്? 1 × 10,000. മനസ്സിലായോ നിങ്ങൾ? ഒരു 10,000 ഉണ്ട്. ഇനി 10,000ൽ എത്ര 10 ഉണ്ട്? 1 കഴിഞ്ഞാൽ 10. എത്ര ഉണ്ട്? ഇതിൽ നിന്ന് ഒരു 0 കുറയ്ക്കണം. എത്ര ഉണ്ട്? 3. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു 0 കൂട്ടണം, ഇവിടെ ഒരു 0 കുറയ്ക്കണം. ഇവിടെ ഒക്കെ ഇപ്പം ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം മനസ്സിലായോ? ഇങ്ങനെ എഴുതാൻ അറിയാമോ നിങ്ങളെ? 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1 10 100 1000 10,000. ഇവിടെ 10,000 1000 ഇവിടെ കുറയുക, ഇവിടെ കൂടുക. അപ്പം നിങ്ങളോട് ചോദിക്കുക 10,000ൽ എത്ര 100 ഉണ്ട്? നമുക്ക് എളുപ്പം എഴുതി തരും. എത്ര 100 ഉണ്ട്? 100 ഉണ്ട്. 10,000ൽ എത്ര 10 ഉണ്ട്? 10 അല്ലേ. 10,000ൽ എത്ര 10 ഉണ്ട്? 1000 10 ഉണ്ട്. 10,000ൽ എത്ര 1000 ഉണ്ട്? 10,000 ഉണ്ട്. ഇത് തിരിച്ചും പറയാം. എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അത് തിരിച്ചും മറിച്ചും നമുക്ക് പറയാൻ പറ്റും. ഇപ്പം മനസ്സിലായോ? അപ്പം നിങ്ങളോട് ചോദിക്കുവാണ് എന്താ 10,000ൽ എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? 10,000 ഉണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതങ്ങ് പഠിച്ചു വെച്ചെങ്കിൽ ഓക്കെയാ. അപ്പോൾ 1,00,000ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നോക്കി പറയാൻ പറ്റും. ഇത് എളുപ്പ വഴിയാണ് കേട്ടോ. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. നമുക്ക് അത് കണ്ടുപിടിക്കുക. കാരണം ഓരോ 0 കൂടുക എന്ന് നമുക്ക് തലപുകഞ്ഞ് ആലോചിക്കേണ്ട ഒന്നുമില്ല. എന്താ? ഓരോ 0 ഇവിടെ കൂട്ടുക, ഇവിടെ ഓരോ 0 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടുമെന്ന് കേട്ടോ. ഇനി നിങ്ങളോട് ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിലെ 1s and 10s 100 തന്നു പിടിക്കുക. ഇവിടുത്തെ 1s ആരാ കുഞ്ഞുങ്ങളെ? 5. 10s ആരാ? 7. 100 9. 1000 5. 10,000 8 കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുതാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ ഇത് മുമ്പ് നമ്മൾ എഴുതിയതാണ്. എന്താ 24 × 17 എന്ന് വന്നാൽ എങ്ങനെ ചെയ്യും? 24 എന്ന് പറയുന്നത് എന്താ? 20 + 4. 17 എന്ന് വെച്ചാൽ എന്താ? 10 + 7 ഇല്ലയോ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണൂടെ ചെയ്ത് കാണിക്കാം എന്നുണ്ടേ. ഇത് നമ്മുടെ ബോക്സ് ആവും നിങ്ങളെ. നമ്മളോട് ചോദിച്ചത് 24 17. 24 എന്ന് വെച്ചാൽ 20 എന്താ 4. 17 എന്ന് വെച്ചാൽ 10 7. നമ്മുടെ ജോലി എന്താ? ഓപ്പോസിറ്റ് ഉള്ളത് പറക്കി എഴുതുക. ഇവിടെ 20, ഇവിടെ 4, ഇവിടെ 7, ഇവിടെ 10. 20 × 10 200. 10 × 4 40. 20 × 7 140. 7 × 4 28. മനസ്സിലായോ? ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി, അതായത് 240. മനസ്സിലാവുന്നുണ്ടോ? 240 140 28 168 408. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതുപോലെ ഇവിടെ എല്ലാം ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നോക്കണേ, നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഇതിട്ടത്. കണ്ടോ? ഓക്കെ ആണല്ലോ. അടുത്തൊക്കെ 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യ ഏതാവും നിങ്ങൾ? ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ, ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ ഈവൻ നമ്പർ. 1 2 3 4 എന്ന് എഴുതുന്നതിൽ 1 3 5 7 എന്ന് പറയുന്നതാണ് ഓഡ് നമ്പർ. 2 4 6 8 എന്ന് പറയുന്നതാണ് ഈവൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ഒറ്റ സംഖ്യ, 50ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? അങ്ങനെയാക്കി നമ്മൾ 1 3 5 7 ഇങ്ങനെ എഴുതുമ്പോൾ മൊത്തം എത്ര വരും? 100 എണ്ണം വരും കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ എന്ന് വെച്ചാൽ എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ഇരട്ടി. ഇപ്പോൾ 25ാമത്തെയാ ചോദിക്കുന്നെങ്കിൽ 50, 50ാമത്തെയാ ചോദിക്കുന്നെങ്കിൽ 100, 100ാമത്തെയാ ചോദിക്കുന്നെങ്കിൽ 200. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. 50ാമത്തെ ആകുമ്പോൾ എത്ര ഒറ്റ സംഖ്യയുണ്ട്?
50 കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾ? 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര? 100 എണ്ണം എഴുതണം. അതായത് ഒന്ന് ഇതിൻ്റെ ഇടയ്ക്കലത്തെ അല്ലേ ഇരട്ട സംഖ്യയല്ലേ, അപ്പോൾ എത്ര? 100. അത് 100 ഒരൊറ്റ സംഖ്യയാണോ? അല്ല, ഇരട്ട സംഖ്യ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന 99 കേട്ടോ. 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ആണോ ചോദിച്ചേക്കുന്നത്, അതായത് സൈഡ് ഇൻറ്റു സൈഡ് വെച്ച് 50 ഇൻറ്റു 50 എത്ര? 5 5 25, ഈ 2 0 കൂടി ഇട്ട് വെച്ചാൽ മതി. ഏതാണോ നിങ്ങളോട് ചോദിക്കുന്നത് ആ സംഖ്യ ഒന്നുകൂടി ഇട്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ആലോചിക്കേണ്ട, 5ാം ക്ലാസ് ആയതല്ലേ ഉള്ളൂ, കൂടുതൽ ആലോചിക്കേണ്ട. നിങ്ങളെ എത്രാമത്തെ ആണോ ചോദിക്കുന്നത് ആ സംഖ്യ തന്നെ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെ ആണെങ്കിൽ 25 ഇൻറ്റു 16 സമചതുര സംഖ്യയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളെ. അടുത്ത ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് സമചതുരം. സമചതുരം എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ സംഖ്യയാണോ? അതായത് 25 ഇൻറ്റു 16 25 എന്ന് പറയുന്നത് അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തറിയണമെന്നറിയോ? സ്ക്വയർ ദാണ്ട് ഇത് അറിയണം. അതായത് 1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 1 1, 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 2 വട്ടം 2 ഇൻറ്റു 2 4, 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 ഇൻറ്റു 4 15. ഈ ഒരു ഇത് അറിയണം കേട്ടോ. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് നല്ലപോലെ പഠിക്കണം കേട്ടോ. അന്നേരമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 25 എന്ന് പറയുന്നത് എന്താ? 5 ഇൻറ്റു 5 ആണ് 25. അപ്പോൾ 16 എന്ന് പറയുന്നത് ഇതാ 4 ഇൻറ്റു 4 ആണ് 16. ഈ ഒരു മോഡൽ നിങ്ങളങ്ങ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 25 ഇൻറ്റു 16 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 4. ഇനി ഇതിനെ എന്താ നിങ്ങൾ ഇൻറ്റു എന്ന് പറയുന്നത് എങ്ങനെ ഇട്ട് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും. പക്ഷേ ഏത് മോഡലിലാണ് ചെയ്യേണ്ടത്? 5 ഇൻറ്റു 4 എത്ര? 20 ആണ്. 5 ഇൻറ്റു 4, ഈ 5 ഇൻറ്റു 4 എങ്ങനെയാണ് ചെയ്യുന്നത്? 5 ഇൻറ്റു 4 5 ഇൻറ്റു 4. ഈ ഒരു ഓരോന്നിനും ഓരോ മോഡലുണ്ട്. ഈ മോഡൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഓർത്താൽ മതി. സമചതുര സംഖ്യ കേട്ടോ. സ്ക്വയറിൻ്റെ ചോദ്യമാണ്. സ്ക്വയർ സമചതുരത്തിൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതാം. നോക്കൂ നിങ്ങളെ. 9 ഇൻറ്റു 16 മനസ്സിലായോ? ഇപ്പം സമചതുരത്തിൻ്റെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ 9 എന്ന് 9 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ആണ്. 16 എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് മോഡൽ വെച്ചാൽ ചെയ്തതിൻ്റെ ഇങ്ങനെ ഈ ഒരു രീതി ഓർത്തോണം കേട്ടോ. അതായത് അടുത്തടുത്ത മറ്റേ സംഖ്യ വെച്ച് ചെയ്താൽ 3 ഇൻറ്റു 4 അല്ലേ? 3 ഇൻറ്റു 4. അപ്പം നമുക്ക് എന്താ? 12 ഇൻറ്റു 12 ഒരേപോലെ കിട്ടിയില്ലേ? അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. 16 ഇൻറ്റു 36. 16 എന്താ? 4 ഇൻറ്റു 4. 36 എന്ന് വെച്ചാൽ 6 ഇൻറ്റു 6 ആണ്. ഇനി നമ്മുടെ ജോലി എന്താ? ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ 24 ഇൻറ്റു 24 ഒരുപോലെ വന്നു. 36 ഇൻറ്റു 49. 36 എന്ന് പറയുന്നത് 6 ഇൻറ്റു 6. 49 പറയുന്നത് 7 ഇൻറ്റു 7. 6 ഇൻറ്റു 7 6 ഇൻറ്റു 7 42 വന്നു. അടുത്ത 49 ഇൻറ്റു 67. 44 7 ഇൻറ്റു 7 64 8 ഇൻറ്റു 8. പിന്നെ അതിൻ്റെ ജോലി ഇതിനെ ഇങ്ങനെ ചെയ്യും. ഈ ഒരു മോഡൽ ഒരെണ്ണം ചെയ്താൽ 1-2 ചെയ്തപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ 81 എന്ന് വെച്ചാൽ 9 ഇൻറ്റു 9, 25 എന്ന് വെച്ചാൽ 5 ഇൻറ്റു 5. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇത്രയും ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം. അടുത്തത് നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് 11 ഇൻറ്റു 11 അതുപോലെ തന്നെ 111 ഇൻറ്റു 111 നോക്കുന്നുണ്ട്. 11 ഇൻറ്റു 11 111 ഇൻറ്റു 111. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞു 11 എന്ന് പറഞ്ഞാൽ 10 അധികം 1 ആണ്. ഇവിടെ 10 അധികം 1 ആണ്. കാണുന്നുണ്ടോ? അപ്പം നമുക്ക് ഏതാ? ഇത് മുമ്പ് നമ്മൾ കുറേ പറഞ്ഞതാണ് അല്ലേ? അപ്പം നമുക്ക് 121 കിട്ടും. അതുപോലെ തന്നെ 11 അതുപോലെയാണ്. എന്താ 11 എന്ന് പറയുന്നത് 100 അധികം 10 അധികം 1 ആണ് അല്ലേ? 100 അധികം 10 അധികം 1. ആ 100 തന്നെ ഇവിടെ എന്താ? 100 അധികം 10 അധികം 1. ഇതിൻ്റെ ഓപ്പോസിറ്റ് അതുപോലെ എഴുതുക. എന്നിട്ട് 100നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ കിട്ടും. പിന്നെ 10നെ 10 ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? 10നെ എന്താ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 കിട്ടും കേട്ടോ. 100നെ 100 10,000, 100നെ 10 1000, 100നെ 1 100 കേട്ടോ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് സംശയമുണ്ടോ? 10 100 1000, 10 10 100, 10 1 10. ഇവിടെ 100 1 100, 10 1 10, 1 1 1. എങ്ങനെ ആയാലും നമുക്ക് എന്താ കൂട്ടുമ്പം 12,321 കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങളെ നോക്കിയേ. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ? ഏതാ? മുമ്പ് നമ്മളൊരു പേര് പറഞ്ഞില്ല. എന്തുവായിരുന്നു? ഞാനതങ്ങ് മറന്നു പോകും നിങ്ങളെ. എന്താണ്? പാലിൻഡ്രോമിക് എന്നുള്ള പഠിച്ചായിരുന്നല്ലോ. എന്താ പാലിൻഡ്രോമിക്? ഞാനതിടയ്ക്ക് മറന്നു പോകും കേട്ടോ. പാലിൻഡ്രോമിക് എന്ന് പറയുന്ന അത് ഈ മെത്തേഡ് വരുന്നില്ല. കാരണം എന്താ? നമ്മൾ നോക്കി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഒരേപോലെ വരുന്നു. ഈ മെത്തേഡും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ റൂട്ട് സ്ക്വയറിൻ്റെ ഒക്കെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻ. ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രമാണ്. നോക്കിക്കേ. 1 + 3 4 അല്ലേ?
1 + 3 4. ഇനി ആ 4നെ ഇവിടെ കൊണ്ടുവന്നിട്ട് 4 + 5 ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഓഡ് നമ്പർ 1 3 5 7 എന്നുള്ള ഓഡ് നമ്പറാണ് ഇവിടെ വന്നത് അല്ലേ? ഇവിടെ 1 ഈ ലാസ്റ്റിൽ വരുന്ന ആൻസർ ഫസ്റ്റിൽ ഓഡ് നമ്പറാണ് കുഞ്ഞുങ്ങളെ. ഇത് ഓഡ് 1 + 3 4. ആ 4നെ ഇവിടെ 4 + 5 9 അല്ലേ? പിന്നെ 1 3 5 7. പിന്നെ ബാക്കി എന്തുവാന്ന് നിങ്ങൾ 100 കണ്ടിന്യൂ ദീസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയർ 100 വരെ കൊണ്ടുവരണം. എത്ര? 100 വരെ. എങ്ങനെ ചെയ്യും? നമ്മൾ ആ ഓഡ് നമ്പർ ഓർത്തോണം കേട്ടോ. ഓഡ് നമ്പർ വെച്ചിട്ട് ഇത് വെച്ച് കൂട്ടിയാൽ മതി. നിങ്ങൾക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും ഓഡ് നമ്പർ ആണെന്നേ കുഞ്ഞുങ്ങളെ. ഇത് നമുക്ക് കിട്ടിയ ആൻസറുകളാണ്. അതായത് ഫസ്റ്റ് 4നെ 5 കൊണ്ട്, 9നെ 7 കൊണ്ട്, 16നെ 9 കൊണ്ട്, 25നെ 11. അങ്ങനെ നമുക്ക് എന്താ 81നെ 19 കൊണ്ട് വെച്ചപ്പോൾ 100 കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഏകദേശം എല്ലാം എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെന്നോ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ. അതുപോലെ തന്നെ ഇത് അറിയാൻ വയ്യാത്തവർക്കൊക്കെ നിങ്ങൾ ലിങ്ക് ഇട്ട് കൊടുക്കുക, അവരോട് പഠിക്കട്ടെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ. ഓക്കെ, താങ്ക് യു.